ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമീനാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമീനാ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം പാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ്മദീന പാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ്മദീന ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം പാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ്മദീന. ربك في نفسي آيتدي فردا قدوس سخام الذي فاذكر ربك في نفسي آيتدي فردا قدوس سخام الذي فاذكر ربك في نفسك. ഇത് പരിശുദ്ധ ഖുർആനിനകത്തുള്ള ഒരു സൂക്തമാണ്. നീ എപ്പോഴും ആ യഥാർത്ഥമായിരിക്കുന്ന പ്രണയപ്പൊരുൾ എന്ന നിന്റെ നാഥനെക്കുറിച്ച വിചാരത്തിൽ തന്നെയായിരിക്കുക. എല്ലാ സമയത്തും നിന്റെ ഉള്ളിൽ അത് എന്ന വിചാരത്തിൽ തന്നെ നീ ആയിരിക്കുക. فاذكر ربك في نفسي آيتدي فردا قدوس سخام الذي فردا قدوس سخام الذي ബദലിലെന്നും ഹൂവുള്ളിൽ പേശിക്കേണ്ടി ബദലിലെന്നും ഹൂവുള്ളിൽ പേശിക്കേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ്മദീന. മീമിൽ മിറാജടി മീം ലാം അലിഫ് മിഫ്താഹ് നൂനാണെടി മീം മീമായ മീമിൽ മിറാജടി മീം ലാം അലിഫ് മിഫ്താഹ് നൂനാണെടി. മീമെന്ന ഷജറിൽ നിണ്ട് മീമെന്ന ഷജറിൽ നിണ്ട് നാലാറ് കൊമ്പുകളുണ്ട്. മീമിൽ വിരിഞ്ഞ കനിക്കായ്കളുണ്ട്. മുഹിയദ്ദീനുമുണ്ട്. മീമ് മീമാൽ ചമഞ്ഞ മുറബിയാക്കളുണ്ട്. മീമ് മീമായ മീമിൽ മിറാജടി മീം ലാം അലിഫ് മിഫ്താഹ് നൂനാണെടി മീം മീമായ മീമിൽ മിറാജടി മീം ലാം അലിഫ് മിഫ്താഹ് നൂനാണെടി. ഇത് അക്ഷരങ്ങളുടെ രൂപങ്ങളെക്കുറിച്ച് അത് സൂഫിയാന നോഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വർത്തമാനങ്ങളാണ്. അക്ഷരങ്ങളുടെ രൂപം
അറബി ഭാഷയിൽ ഇപ്പം നമ്മൾ ലാ എന്നെടുത്ത് നോക്കുക, ലാമലിഫ് എന്ന് നമ്മൾ പറയുന്ന അത് എഴുതുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ രൂപം ഒരു കെട്ട് പോലെയാണ്, ഒരു പൂട്ട് പോലെയാണ്. അതിൻ്റെ പരിഭാഷ അല്ല, ഇല്ല എന്നാണ്. അല്ല എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ളൊരു വാക്യമാണ്. അല്ല, നേതി എന്ന് പറയും. രമണ മഹർഷി പറയണ്ടായിരുന്നത്രേ, ചില ആളുകൾ അല്ല അല്ല എന്ന് പറയും, ചില ആളുകൾ അല്ല അല്ല എന്ന് പറയും. അഥവാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം നീ ബാഹ്യത്തിൽ കാണുന്നത് പോലെയല്ല. അതിൻ്റെ പിന്നിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാ ഒരു നിഷേധമാണ്. ഇനി അറബി ഭാഷയിൽ മീം എന്നെഴുതുന്നത് ഒരു താക്കോല് പോലെയാണ്. മീം എന്ന അക്ഷരം, മുഹമ്മദ് എന്ന വാക്ക് മീം കൊണ്ടാണ്. മൗനം ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം മീം എന്നുച്ചരിക്കണമെങ്കിൽ എല്ലാ ശബ്ദവും ഇല്ലാതായി മീം എന്ന് ചുണ്ട് കൂട്ടണം. നിങ്ങൾ പ്രണവാക്ഷരം എടുത്തു നോക്കൂ, അതും അവസാനം ചുണ്ട് കൂട്ടുമ്പോഴാണ്. മൗനം എന്നത് ഒരു മഹാരഹസ്യമാണ്. നീ മൗനരഹസ്യങ്ങളാകുന്ന ഈ രഹസ്യങ്ങൾ നിനക്ക് പകർന്ന് പാനം ചെയ്യിപ്പിക്കുന്ന ഈ ഒരു മീം കൊണ്ട് നീ നിഷേധമാകുന്ന ലാം എന്ന പൂട്ടിനെ തുറക്കുമ്പോൾ അല്ല എന്ന ആ പൂട്ടഴിയുകയും അതേകമായി ഒരലിഫായി ഉയർന്നു നിൽക്കുകയും ചെയ്യും. അവിടെയാകുന്നു നൂൻ അഥവാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് പറയും. ജിമ സ്വാദോടുതാലും ഹയാതാണടി, ജിമ സ്വാദോടുതാലും ഹയാതാണടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മീനാം വാക്ക് പുള്ളിയിൽ വള്ളി കീഴ്മദീന. പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. നീ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് നീ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്കും നല്ല വിചാരങ്ങൾക്കും ഒരു തൊഴിലാളി എന്ന കണക്കെ നിനക്കതിന് കൂലി എണ്ണിത്തരുന്ന മുതലാളിയല്ലടോ ദൈവമെന്ന് പറയുന്നത്. ഇത് നീ കണ്ടെത്തേണ്ട ഒരു രഹസ്യമാണ്. ഇത് മഹദി റാബിയ അദ്വിയ പറഞ്ഞ കാര്യമാണ്. ദൈവമേ, നിന്റെ സ്വർഗം മോഹിച്ചിട്ടല്ല ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ നരകത്തെ ഭയന്നിട്ടല്ല ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അത് നീ എനിക്ക് തരട്ടെ, തരാതിരിക്കട്ടെ, എനിക്ക് വേണ്ടത് നിന്നെയാകുന്നു എന്നതാണ്. കൂലിയുടെ കാര്യം ഒരു വേലക്കാരൻ മുതലാളി ബന്ധം പോലെയാണ്. അതല്ല യഥാർത്ഥത്തിൽ നെയ്യും പൊരുളായിരിക്കുന്നവനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഒരൊറ്റ സൂഫി കഹാവത്തും കൂടിയും പറയാം. ഒരു നാട്ടിൽ ഒരു സുന്ദരിയായ സ്ത്രീ. അപ്പോൾ ആളുകളൊക്കെ ആ സ്ത്രീയോട് ചെന്നിട്ട്, നിന്നെ കാണാൻ എന്തൊരു ഭംഗി. അപ്പോൾ സ്ത്രീ, അതെയല്ലേ, 100 സ്വർണ്ണ നാണയം. വേറൊരാൾ വന്നിട്ട്, നീ പ്രപഞ്ച സൗന്ദര്യധാമം. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് 200 സ്വർണ്ണ നാണയം. ഇങ്ങനെ അവളെ പുകഴ്ത്തുമ്പോൾ കൂലി കൊടുക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ഈ സ്ത്രീ അങ്ങനെ കൂലി കൊടുക്കലല്ല. ഈ സ്ത്രീ വേറെ എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടിലെ പൊരുളറിഞ്ഞ ഒരു സൂത്രശാലിക്കറിയാം. അയാൾ നേരെ ചെയ്തത് ആ പെണ്ണിനെ പോയി കല്യാണം കഴിക്കുക ചെയ്തത്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനുള്ളതൊക്കെയും ഇവനുള്ളതാകുന്നു.
ബാക്കി നമ്മൾ പറയണ്ടല്ലോ. നിങ്ങൾ അതിനെ അറിയാൻ നോക്ക്. അതിനെ കിട്ടിയാൽ അതിൻ്റെ കയ്യിലുള്ളതൊക്കെയും നിനക്കുള്ളതാകും. പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. അച്ചരൂപ നരകത്തിൽ